അത് കൊള്ളാലോ. വീട്ടുജോലി ചെയ്യിക്കാനാണോ നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഇവിടെ എത്തിച്ചത്? ക്ഷമിക്കണം, എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് തനിയെ ചെയ്ത ശീലം. അതുകൊണ്ടാ. ഇനി ആ ശീലമൊന്നും വേണ്ട. ദിവ്യയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഒരു സെർവന്റിനെ പ്രത്യേകം ജോലിക്ക് എടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അത്യാവശ്യം എന്തെങ്കിലും വ്യായാമം ചെയ്യാനോ നടക്കാനോ അല്ലാതെ റൂമിന് പുറത്ത് കണ്ടുപോരുത്. എന്താ നിങ്ങൾ രണ്ടാളോടും പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് കൂടെ പറപ്പുകൾ ആരും ഇല്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനൊരു സഹോദര സ്നേഹം എനിക്ക് ആരോടും തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പൊ എന്റെ മനസ്സിനെ ഞാൻ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അയ്യോ, എന്താ ദിവ്യ ഇത്? ഇനി നീ വിഷമിക്കാനൊന്നും പാടില്ല. നിനക്ക് വിഷമം വന്നാ അത് ബാധിക്കുന്നത് നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ അല്ലേ? ഞാൻ ഈ വീട്ടിൽ നിന്ന ദീപക് സാർ എന്നെ എന്തെങ്കിലും ചെയ്യോ രാജുവേട്ടാ? അതോർത്ത് ദിവ്യ പേടിക്കണ്ട. അവന്റെ ഭാഗത്തുനിന്ന് ഒരു ഉപദ്രവവും ദിവ്യക്കുണ്ടാവില്ല. അത് എന്റെ ഗ്യാരണ്ടി. കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. അപ്പോ ഇവളെയും കുഞ്ഞിനെ എന്റെ തലയിൽ കെട്ടിവെക്കാനായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കാണല്ലേ ഋതിക വർമ്മയും ഡമ്മി ഭർത്താവും. എടാ രാജു, നീ നല്ലവനാ, സത്യസന്ധനും മനസ്സലിവുള്ളവനും. പക്ഷേ ഈ ലോകം അങ്ങനെയുള്ളവർക്കല്ലടാ രാജു. കൊട്ടാരത്തിൽ ജനിച്ചവന് കൊട്ടാരം, തെരുവിൽ ജനിച്ച നിനക്ക് ജീവിതകാലം മുഴുവൻ തെരുവ്. തെരുവിൽ നിന്നെത്തി കൊട്ടാരത്തിൽ വെച്ച് കുരുത്ത ഇവളുടെ കുഞ്ഞും തെരുവിലേക്ക് തന്നെ തിരിച്ചു പോകും. അതാണ് ഇവിടുത്തെ നിയമം. ആ നിയമത്തിന് ഭീഷണിയാകുന്നവർക്ക് ഈ കൊട്ടാരം എന്നേക്കുമായി മറക്കേണ്ടി വരും. നീ വെറും ബുദ്ധിശൂന്യാണ് ദിവ്യ. ഇവരുടെ വാക്കേട്ട് നീ ഇങ്ങോട്ട് വരണ്ടായിരുന്നു.